നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എ ഡിസിപ്ലിൻഡ് മൈൻഡ് ബ്രിങ്സ് ഹാപ്പിനെസ്. നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കുമ്പോഴാണ് നാം ഹാപ്പി ആവുന്നത്. അതിന് നമുക്ക് അത്യാവശ്യം വേണ്ടതാണ് എ ഡിസിപ്ലിനറി ലൈഫ്, അച്ചടക്കപൂർണമായ ജീവിതം. എന്നാൽ പലരും കരുതുന്നത് ഡിസിപ്ലിനറി ലൈഫ് എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ടാണ്. അല്ല, പക്ഷെ കുറച്ചു കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, നേടേണ്ട കാര്യങ്ങൾ ഇവ എഴുതി നിങ്ങൾ എന്നും കാണുന്നിടത്ത് ടേബിളിന് മുകളിൽ, മൊബൈൽ വാൾപേപ്പർ, ലോക്ക് സ്ക്രീൻ ഇവയൊക്കെയായി സൂക്ഷിക്കുക. ഓരോ പ്രാവശ്യം ഇവ കാണുമ്പോഴും ഒരു റിമൈൻഡർ അലേർട്ട് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അവ നേടാനായി നിങ്ങൾ പരിശ്രമിക്കും. വിജയിക്കണമെന്ന തീരുമാനം എടുത്താൽ മാത്രം പോരാ, അതിനായി എല്ലാ ദിവസവും കൃത്യമായി പ്രവർത്തിക്കുക. ഉദാഹരണത്തിന്, നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ എല്ലാ ദിവസവും ഒരേ സമയത്ത് തന്നെ ചെയ്യുക. റീഡിംഗ് ആണെങ്കിലും, വാക്കിംഗ്, സ്റ്റഡീസ്, സ്കിൽ ഡെവലപ്മെന്റ് എന്തു തന്നെയാണെങ്കിലും എല്ലാം നിങ്ങൾക്ക് ഒരിക്കലും ക്യാൻസൽ ചെയ്യാൻ കഴിയാത്ത അപ്പോയിന്റ്മെന്റ് പോലെ ഡെയിലി കൃത്യസമയത്ത് ചെയ്യുക. മൈൻഡ് പോസിറ്റീവാക്കി വെക്കുന്നത് അച്ചടക്ക ജീവിതത്തിന് വളരെ സഹായകരമാണ്. എനിക്ക് കഴിയുമെന്ന് തോന്നുന്നു എന്നതിനു പകരം എനിക്കിത് കഴിയും എന്ന് പറയാൻ ശീലിക്കുക. ഇത് വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇതൊരു വെല്ലുവിളിയായി ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് കരുതുക. ഇങ്ങനെ എപ്പോഴും പോസിറ്റീവായി മാത്രം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. പോസിറ്റീവായി മാത്രം സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഏതു തടസ്സങ്ങളിലും നിങ്ങൾക്കൊരു സൊല്യൂഷൻ കണ്ടെത്താനാകും. നമ്മുടെ ബ്രെയിന് സെലിബ്രേഷൻസ്, റിവാർഡ്സ്, ഹാപ്പിനെസ് ഇവയൊക്കെ വളരെ ഇഷ്ടമാണ്. ചെറിയ വിജയങ്ങളും സന്തോഷങ്ങളും പോലും ആഘോഷിക്കുക. സ്വയം അഭിനന്ദിക്കുക, സ്വയം സ്നേഹിക്കുക. നിങ്ങൾ മനസ്സിൽ കാണുന്നത് പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ കഴിയും. എല്ലാ ദിവസവും രാവിലെ കണ്ണുകളടച്ച് 1 മിനിറ്റ് നേരം നിങ്ങൾക്ക് ചെയ്യാനുള്ളവയിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം വളരെ ഈസിയായി നിങ്ങൾ ചെയ്യുന്നത് മനസ്സിൽ കാണുക. ഇത് നിങ്ങൾക്ക് അവ ചെയ്യാനുള്ള എനർജി നൽകും. ചിലരുണ്ട് കൃത്യമായി വർക്ക്ഔട്ട് ചെയ്യുന്നതിലോ ഹെൽത്തി ഫുഡ് ഹാബിറ്റ് ഫോളോ ചെയ്യുന്നതിലോ ഏതെങ്കിലും ഒരു ദിവസം മുടങ്ങിയാൽ അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യും. പിന്നെ മടിയാകും, അല്ലെങ്കിൽ റൂട്ടീൻ തെറ്റിച്ചെന്ന കുറ്റബോധമാകും. സ്വയം കുറ്റപ്പെടുത്തേണ്ട, വീണ്ടും തുടങ്ങുക. ഹെൽത്തി ഹാബിറ്റിലേക്ക് തിരിച്ചു പോവുക. മനുഷ്യരാണ്, തെറ്റുകൾ പറ്റാം. എന്നാൽ സ്റ്റോപ്പ് ചെയ്യുന്നതിന് പകരം വീണ്ടും തുടങ്ങുന്നതിലാണ് വിജയം. താങ്ക് യു.